എല്ലാവർക്കും പ്രിയ തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പച്ചമുളക് അരച്ചിട്ടുള്ള ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 15ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇതിലധികം മസാലകളൊന്നും ഉപയോഗിക്കണില്ല. മുളക് പൊടി ഇടുന്നില്ല, കുരുമുളക് പൊടി ഇടുന്നില്ല. വെറും പച്ചമുളകിൻ്റെ എരിവിനെ മാത്രമാണ് ഇത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇടാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണില്ല. ഞാൻ ഇത് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ പകരം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പച്ചമുളക് അരച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറണ വരെ അതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഒരു 2 മിനിറ്റ് അതൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ അതേ വറ്റി പോയിട്ടുണ്ട്. ഇനി അത് 2 സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതും കൂട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ഞാൻ സവാളയൊന്ന് കുറച്ചൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്, നമ്മൾ പുരണ്ടിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല നമ്മൾ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ചിക്കൻ മസാല ചേർക്കും. ഇതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ഇഞ്ച് നീളത്തിലുള്ള പുളിയുടെ കഷ്ണം, ഒരു ചെറിയ കഷ്ണം പുളി, 1 ഇഞ്ച് നീളം അത്രയേ ഉള്ളൂ, അതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിക്കാം. അപ്പോൾ ഇതിൽ തക്കാളിയൊന്നും ചേർക്കണില്ല. പുളിയായിട്ട് നമ്മൾ പുളി പിഴിഞ്ഞിട്ട് തന്നെയാണ് ഒഴിക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായി അതിൽ പിടിച്ചിട്ടുണ്ട് മസാലയിൽ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ചിക്കനിൽ ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് നമ്മൾ ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓരോ കഷ്ണത്തിൻ്റെ മുകളിലും ഇങ്ങനെ മസാല ഇങ്ങനെ പുരണ്ടിരിക്കണം. അതാണ് ടേസ്റ്റ് എന്ന് പറയണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും വേണം. കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, എല്ലാം നല്ല വെന്ത് നല്ല മസാലയൊക്കെ ചിക്കനോട് ചേർന്നിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.